നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഉത്സവകാലമാകുന്നു. ദാരുശില്പങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിൽ കലാകാരന്മാർ. ഒറ്റത്തടിയിൽ നന്ദികേശ ശില്പമൊരുക്കി കൊട്ടാരക്കരയിലെ സുരേഷ് കുമാർ. നിളയോര ടൂറിസത്തിന് സാധ്യത തെളിയുന്നു. പട്ടാമ്പിയെയും തൃത്താലയും കോർത്തിണക്കി പദ്ധതി. ഭാരതപ്പുഴ പുനരുജ്ജീവനത്തോടൊപ്പം വികസന കുതിപ്പിനും വഴിയൊരുക്കും. ദേവികുളത്തെ തോട്ടം മേഖലയിൽ വന്യജീവി ശല്യം. കാട്ടാനകൾക്ക് പുറമെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകളും എത്തുന്നു. വനം വകുപ്പ് ഇടപെടൽ തേടി നാട്ടുകാർ. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ചായക്കുറയൊരുക്കി വളാഞ്ചേരിക്കാർ. സംഘടിപ്പിച്ചത് മുക്കാലി പീടിക പാലിയേറ്റീവ് കെയർ കൂട്ടായ്മ. വിശദമായി നോക്കാം. ഉത്സവകാലമായതോടെ ആറാട്ടുകൾക്കായുള്ള ദാരുശില്പങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് സുരേഷ് കുമാർ. ഉയരം കൂടിയ ഒറ്റക്കാളയായ കോട്ടത്തല കതിരവന്റെ ശില്പി കൂടിയാണ് സുരേഷ് കുമാർ. സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലേക്കുള്ള ദാരുശില്പങ്ങളാണ് സുരേഷ് കുമാർ നിർമ്മിക്കുന്നത്. ഒറ്റത്തടിയിൽ തീർക്കുന്ന നന്ദികേശ ശില്പത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. വനങ്ങളിൽ കാണപ്പെടുന്ന ഊറാവ് മരത്തിന്റെ തടിയിലാണ് നന്ദികേശ രൂപം തീർക്കുന്നത്. ക്ഷേത്ര ആറാട്ടുകൾക്ക് ഉപയോഗിക്കുന്ന ആറാട്ടുകാളയും എഴുത്തിലും എടുപ്പുകുതിരകളും നിർമ്മിച്ചു വരുന്നു. നെടുങ്കുതിര എന്ന് പറഞ്ഞിട്ട് നമ്മളെ മലനിര ക്ഷേത്രത്തിലൊക്കെ എടുപ്പ് കുതിര അതുകൊണ്ടും പണിഞ്ഞത്. അത് ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത്. അത് അല്ലാതെ ഞാൻ ഇങ്ങനെ ഈ ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നെടുങ്കുതിര എന്ന് പറയുമ്പം ഒരു 50 അടി മേളിൽ വരും. 50 അടി മേളിൽ വരുന്ന ഒരു സംഭവമാണ്. അത് റിസ്കി വർക്കാണ്. അപ്പോൾ അത് ചലഞ്ച് ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു. പുരാണത്തിലെ കിരാത നൃത്തത്തിന്റെ കഥാസന്ദർഭങ്ങളെ ആധാരമാക്കി 67 രൂപങ്ങൾ ഒറ്റത്തടിയിൽ തീർത്തിട്ടുമുണ്ട്. പൂർവികർ പകർന്നു നൽകിയ ദാരുശില്പ നിർമ്മാണം 25 വർഷമായി സുരേഷ് ചെയ്തു വരുന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും പെരുന്തച്ചൻ പുരസ്കാരവും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി ആദരവുകളും സുരേഷിനെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. പട്ടാമ്പിയെയും തൃത്താലയും കോർത്തിണക്കി നിളയോര ടൂറിസത്തിന് സാധ്യത തെളിയുന്നു. നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിനാണ് DTPCയുടെ അനുകൂല മറുപടി ലഭിച്ചത്. ഭാരതപ്പുഴ പുനരുജ്ജീവനത്തോടൊപ്പം വികസന കുതിപ്പിനും പദ്ധതി മുതൽക്കൂട്ടാകും. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഓങ്ങല്ലൂർ ചെങ്ങണാംകുന്ന് തടയണ മുതൽ തൃത്താല വെള്ളിയാങ്കല് പാലം വരെ പൈതൃക ടൂറിസം സോണായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ആവശ്യം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്ന വികസന പദ്ധതികൾ നടപ്പാക്കുകയും വേണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു. ഇതിനാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ അനുകൂല മറുപടി ലഭിച്ചത്. പദ്ധതി നടപ്പായാൽ ഭാരതപ്പുഴ നേരിടുന്ന കയ്യേറ്റവും മലിനീകരണവും തടയാൻ കഴിയും. നവകേരള സദസ്സിൽ അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയുടെ ചെയർമാൻ ഹുസൈൻ തട്ടത്താഴത്ത് നൽകിയ നിവേദനത്തിനാണ് മറുപടി. നമ്മുടെ എത്രയോ ആളുകളുടെ കുടിവെള്ളമാണ് നമ്മുടെ ഭാരതപ്പുഴ. ലക്ഷക്കണക്കിന് ആളുകൾ, വിവിധ ജില്ലകളിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ളമാണ്. അത് സംരക്ഷിക്കപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ പുഴയെ ഈ ഭാഗം ഒരു പൈതൃക സ്വത്തായി പ്രഖ്യാപിക്കുന്നതോടുകൂടെ പുഴയിലേക്കുള്ള കയ്യേറ്റം, അതുപോലെ തന്നെ പുഴയിലെ ഒഴുകിയെത്തുന്ന ആൾക്കാർ കൊണ്ടിടുന്ന വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇതെല്ലാം ഒരു പരിധിവരെ തടയപ്പെടുമെന്നൊരു പ്രതീക്ഷ കൂടെ വെച്ചിട്ടാണ് ഇത്തരമൊരാവശ്യം നമ്മൾ നവകേരള യാത്രയിൽ അറിയിക്കുകയുണ്ടായി. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളുടെ വികസന കുതിപ്പിനും ഇതിലൂടെ സാധ്യമാകും. കുടുംബസമേതം വിശ്രമവേളകൾ ചിലവഴിക്കാൻ പട്ടാമ്പിയിൽ ഒരിടത്തും ഇപ്പോൾ സൗകര്യമില്ല. പട്ടാമ്പി ടൗൺ പാർക്ക് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നീണ്ടുകിടക്കുന്ന നിളാതീരവും ചെങ്ങണാംകുന്നിലെയും വെള്ളിയാങ്കല്ലിലെയും ജലസമൃദ്ധിയും നിർദ്ദിഷ്ട കീഴായൂർ തടയണയുമെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്നതാണ്. 2 മണ്ഡലങ്ങളിലായി നീണ്ടുകിടക്കുന്ന ഈ മേഖല പൈതൃക ടൂറിസം സോണായി പ്രഖ്യാപിക്കുകയും വികസന പദ്ധതികൾ നടത്തുകയും ചെയ്താൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും. പട്ടാമ്പിയിൽ സാഹസിക ടൂറിസത്തിനും സാധ്യത ഏറെയാണ്. സൈക്ലിംഗ്, വാക്ക്വേ, മോട്ടോർ ഗ്ലൈഡിംഗ്, ബീച്ച് വോളി, ബോട്ടിംഗ് തുടങ്ങിയ വലിയ ടൂറിസം സാധ്യതകളും ഈ പ്രദേശത്തിനുണ്ട്. പദ്ധതിയിലൂടെ നിരവധി പേർക്ക് തൊഴിൽ അവസരങ്ങളും ലഭിക്കും. അതോടൊപ്പം വാണിജ്യ വ്യാപാര മേഖലയിലും ഉണർവുണ്ടാവും. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കിയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ കാഴ്ചകൾ എക്കാലവും സന്ദർശകർക്ക് കൗതുകമാണ്. നിരവധി സഞ്ചാരികളാണ് ഓരോ കാലാവസ്ഥയിലും പെരിയാറിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നത്. പെരിയാറിന്റെ കാഴ്ചകൾ ഏറെ മനോഹരമാണ്. മഴക്കാലത്ത് ഇരുകരകളും നിറഞ്ഞൊഴുകും. വേനൽക്കാലമാകുമ്പോൾ ജലനിരപ്പ് താഴ്ന്ന് പാറക്കെട്ടുകൾ നിറഞ്ഞ ഉൾഭാഗം കാണാം.
പെരിയാറിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. പെരിയാർ വാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും സന്ദർശിക്കാം. പെരിയാർ വാലിയെ സംബന്ധിച്ച് ഇവിടെ ഈ പ്രദേശത്ത് വർഷകാലത്ത് കാഴ്ചക്കാർ കൂടുമെങ്കിലും വേനൽക്കാലത്ത് ഈ നദിയിലേക്ക് ഇറങ്ങി ഇവിടെയുള്ള പാറക്കെട്ടുകളിലൂടെ നടന്നു നീങ്ങിയാൽ നമുക്ക് ഒട്ടനേകം കാഴ്ചകൾ കാണാൻ കഴിയും. അവധിക്കാലത്തൊക്കെ ഞങ്ങൾ ഈ പാറക്കെട്ടുകളിൽ വന്നിരുന്ന് ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാറുണ്ട്. മാത്രമല്ല നമ്മുടെ ജില്ലാ ടൂറിസം വകുപ്പ് ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ഇവിടെ ഒരു ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ നമുക്ക് ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ശില്പങ്ങളുടെ സാദൃശ്യമുള്ള പാറക്കൂട്ടങ്ങളും വിശ്രമ സങ്കേതങ്ങളായി മാറുന്ന പാറക്കെട്ടുകളും ഏറെ ആകർഷണീയമാണ്. പെരിയാർ വാലി, വെള്ളക്കയം, ചപ്പാത്ത് തുടങ്ങിയ മേഖലകളിലും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. അതേസമയം അപരിചിതർക്ക് ഏറെ അപകടകാരിയുമാണ് പെരിയാർ. വെള്ളക്കെട്ടുകളുടെ ആഴവും വിസ്തൃതിയും മനസ്സിലാക്കാതെ പെരിയാറിലിറങ്ങി അപകടത്തിൽപ്പെടുന്നവരും ഏറെയാണ്. ന്യൂസ് 18 ഇടുക്കി. വ്യത്യസ്ത പരിപാടികളുമായി പാലക്കാട് അഗളി ഹൈസ്കൂൾ നൂതനവും മൗലികവുമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് സ്കൂൾ. നാടൻ പാട്ടുപാടിയും നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിച്ചുമാണ് അഗളിയിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും 2024 വരവേറ്റത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന തീരദേശ തോട്ടം തൊഴിലാളി ഗോത്രം വർഗ മേഖലയ്ക്ക് വേണ്ടി നടപ്പാക്കുന്ന പഠന പോഷണ പരിപാടിയുടെ ഉദ്ഘാടനവും നാടൻപാട്ട് ശില്പശാലയുമാണ് കുട്ടികൾക്കായി ഒരുക്കിയത്. പ്രശസ്ത നാടൻപാട്ട് കലാകാരനും നാട്ടറിവ് ഗവേഷകനും കൂടിയായ ജനാർദ്ദനൻ പുതുശ്ശേരിയും സംഘവും കുട്ടികൾക്കൊപ്പം ചേർന്നു. 30-ലധികം നാടൻ വാദ്യോപകരണങ്ങൾ പരിചയപ്പെടുത്തി. അവയുടെ ഉൽപ്പത്തി, ചരിത്രം എന്നിവയും ഓരോ വാദ്യോപകരണങ്ങളും സവിശേഷമായി ഉപയോഗപ്പെടുത്തുന്ന നാടൻ കലാരൂപങ്ങളെപ്പറ്റി വിവരിച്ചും നൽകി. ആത്മവിശ്വാസത്തോടെ പഠിച്ചു മുന്നേറാനുള്ള ശേഷി കുട്ടികളിൽ വളർത്താനാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിന്റെ കാർഷിക സംസ്കൃതി വിശദമാക്കുന്ന പാരമ്പര്യ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം ഉടൻ നടത്താനും പദ്ധതിയുണ്ട്. അഗളി. ന്യൂസ് 8 വേണ്ടി തൃശൂരിൽ നിന്നും VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി. വയോജനങ്ങൾക്ക് വിശ്രമവേള ചെലവഴിക്കാൻ പകൽ വീട് സജ്ജമായി. പാലക്കാട് തിരുമിറ്റിക്കോട് പഞ്ചായത്തിലെ നെല്ലിക്കാട്ടിരി ഗ്രാമത്തിലാണ് പകൽ വീട് സ്ഥാപിച്ചത്. വിശ്രമവേളകൾ മാനസിക ഉല്ലാസത്തിനും ഉതകുന്ന തരത്തിലാണ് പകൽ വീടിന്റെ പ്രവർത്തനം. വയോജനങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാനും വിശ്രമിക്കാനും എല്ലാമാകും. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലാണ് പകൽ വീട് തുറന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തുടങ്ങി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പകൽ വീടുകളെല്ലാം തന്നെ പ്രവർത്തന സജ്ജമാക്കണം എന്നുള്ള ഒരു ബോധ്യത്തോട് കൂടിയിട്ട് നമ്മളിതിന്റെ തുടക്കം 1ാം ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് നെല്ലിക്കാട്ടിരി പകൽ വീടിനെ നമ്മളിപ്പോ പ്രവർത്തന സജ്ജമാക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെയുള്ള നമ്മൾ തീരുമാനിച്ചിട്ടുള്ള 20ഓളം വരുന്ന ആളുകൾക്ക്, അതായത് നമ്മുടെ അച്ഛനമ്മമാർ, കാരണവന്മാർ, അല്ലെ മുത്തശ്ശിമാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രദേശത്തുള്ള പ്രായമായിട്ടുള്ള ആളുകൾക്ക് ആഴ്ചയിൽ 2 ദിവസം 3 നേരം, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം നൽകുകയും അവരുടെ എല്ലാ തരത്തിലുള്ള ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചാത്തന്നൂരിലും പകൽ വീട് പ്രവർത്തിക്കുന്നുണ്ട്. പകൽ സമയങ്ങളിൽ വീടുകളിൽ ഒറ്റയ്ക്കാവുന്ന വയോജനങ്ങൾക്ക് പകൽ വീട് ഉപയോഗപ്പെടുത്താം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. ന്യൂസ് 18 പട്ടാമ്പി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് സാമ്പത്തിക സമാഹരണത്തിനായി ചായക്കുറിയുമായി ഗ്രാമവാസികൾ. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ മൂക്കിലിപ്പൈടിക പാലിയേറ്റീവ് കെയർ നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ചായക്കുറി സംഘടിപ്പിച്ചത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഓരോ മാസവും നല്ല ചെലവ് വരുന്നുണ്ട്. പരിചരണത്തിനും ജീവനക്കാരുടെ വേതനത്തിനുമായി നല്ല തുക വേണം. റമദാൻ കാലത്താണ് കൂടുതലായി സഹായമെത്തുന്നത്. മറ്റ് സമയത്ത് വീടുകളിൽ പിരിവ് നടത്തിയും സുമനസ്സുകളുടെ സഹായവും തേടും. ഈ സാഹചര്യത്തിലാണ് ചായക്കുറിയുമായി നാട്ടുകൂട്ടം മുന്നിട്ടിറങ്ങുന്നത്. ഒരു ചായക്കുറി നടത്തി കുറച്ച് കാശ് സമ്പാദിക്കുന്നതിന് പകരം ഒന്ന് പരസ്പരം എല്ലാവരും ഓട്ടപ്പാച്ചിലിനിടയിൽ എല്ലാവർക്കും തിരക്കാണ്.
ഒന്ന് പരസ്പരം മുഖം കണ്ട് ഇരിക്കാൻ, ചിരിക്കാൻ, വർത്താനം പറയാനൊക്കെ തന്നെ ഒരു സാഹചര്യം കൂടി ഒരുക്കുകയാണ്. തീർച്ചയായും 3 മണിക്ക് 4 മണിക്ക് ശേഷം ഇവിടെ സ്ത്രീകളടക്കമുള്ള കുടുംബസമേതമുള്ള ആളുകൾ വരും. എല്ലാവരും ചായ കുടിച്ച് പിരിയും. ലോകത്തൊക്കെ ഇന്ന് ലഹരിയും അതുപോലെ തന്നെ പുതുവർഷാഘോഷവും വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മുക്കിലപ്പീടികക്കാർക്ക് ഇന്ന് ഞങ്ങളുടെ ലഹരി ഇതാണ്. പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള പാലിയേറ്റീവിന്റെ വിഭവ സമാധാനത്തിലാണ് എന്ന് ലോകത്തോട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. ചായക്കുറിയുടെ ക്ഷണക്കത്ത് എല്ലാ വീടുകളിലും എത്തിച്ചിരുന്നു. വോളണ്ടിയർമാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്നാണ് മുഴുവൻ വീടുകളിലും കത്തെത്തിച്ചത്. ക്ഷണക്കത്ത് ലഭിച്ച മിക്ക വീട്ടുകാരും ചായക്കുറിക്കെത്തി. അല്ലാത്തവർ ധനസഹായം കൊടുത്തയച്ചു. ചായപ്പീടികയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ അതിൻ്റെ സമയങ്ങളിൽ വരെ ആളുകളെ ഇവിടെ വരികയും പാലിയേറ്റീവിനുള്ള സഹായം നൽകുകയും അവർക്ക് ചെറിയൊരു ചായയും പിന്നെ പലഹാരങ്ങളും ഒക്കെ നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഒരു നൂതനമായ പ്രവർത്തനം. നാട്ടുകാർക്കിടയിൽ അതിൻ്റെ ഒരു സന്ദേശം എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. ആളുകളെ അതിന് ബോധവൽക്കരിക്കുക, ഇങ്ങനൊരു പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ പ്രേരിപ്പിക്കുക. സാമ്പത്തികം അതിൻ്റെ ഒരു ഭാഗമായി വരുന്നതാണെങ്കിൽ പോലും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഗതി എന്നെനിക്ക് തോന്നുന്നു. ഒത്തുകൂടുവാനും സൗഹൃദം പങ്കുവയ്ക്കാനുള്ള ഇടം കൂടിയായിരുന്നു ചായക്കുറി. പാലിയേറ്റീവ് രോഗികൾക്ക് സാന്ത്വനമേകാൻ അയൽക്കൂട്ടങ്ങൾ സ്ഥാപിക്കുക എന്നതും പരിപാടിയുടെ ലക്ഷ്യമായിരുന്നു. പദ്ധതി മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫെഡ് മദ്യശാല വിവാദത്തിൽ നേതാക്കളെ ചോദ്യം ചെയ്ത് CPM പ്രവർത്തകർ പരസ്യമായി രംഗത്തിറങ്ങി. കാവൽ സമരം നടത്തുന്ന CITU പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാർട്ടി ഗ്രാമങ്ങളുടെ പേരിൽ 2 ബാനറുകളാണ് ഉയർന്നിട്ടുള്ളത്. ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് പൂട്ടേണ്ടി വന്ന കൺസ്യൂമർ ഫെഡ് മദ്യശാലയെ ചൊല്ലി വിവാദം കനക്കുകയാണ്. ചുമട്ട് തൊഴിലാളികളുടെ സമരം 2 ആഴ്ച പിന്നിടുമ്പോൾ പാർട്ടി ഗ്രാമങ്ങളുടെ പേരിൽ പ്രവർത്തകർ ബാനറുകൾ കെട്ടുകയാണ്. തിങ്കളാഴ്ച വെങ്ങാട്ട് സഖാക്കൾ എന്ന പേരിൽ ബാനർ കെട്ടിയത് വലിയ ചർച്ചയാകുമ്പോൾ തൊട്ടു പിന്നാലെ കാര്യസഖാക്കളുടെ പേരിലും ബാനർ ഉയർന്നു. ബാനറുകളിൽ കടുത്ത ഭാഷയിലാണ് വിമർശനവും മുന്നറിയിപ്പും. സമീപത്തെ സ്വകാര്യ ബാറിനു വേണ്ടിയാണ് സർക്കാർ മദ്യശാലയ്ക്ക് താഴിട്ടതെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഇതോടെയാണ് CITU ചുമട്ടു തൊഴിലാളികൾ മദ്യശാലയ്ക്ക് മുന്നിൽ കാവൽ സമരം തുടങ്ങിയത്. തങ്ങളുടെ സമരം തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ചുമട്ടു തൊഴിലാളികൾ പറയുന്നു. യാതൊരു കാരണവശാലും ഈ ഔട്ട്ലെറ്റിലെ ഗോഡൌണിലുള്ള സാധനം ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കുകയില്ല എന്ന യൂണിയൻ്റെ ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ ദിവസങ്ങളായി റിലേയായി നമ്മളുടെ സമര ഇരുന്ന് തിരിക്കാൻ തീരുമാനിച്ചത്. സ്ഥാപനം ഇവിടെ നിന്നും മാറ്റുന്നതിന് മുന്നോടിയായി കണക്കെടുക്കാനെത്തിയ കൺസ്യൂമർ ഫെഡ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ചുമട്ടു തൊഴിലാളികൾ തടഞ്ഞിരുന്നു. മദ്യശാല പഞ്ചായത്ത് വിട്ട് പുറത്തുപോകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പ്രശ്നം വഷളാകുമ്പോൾ പോലും ഇതിന് വ്യക്തത വരുത്തുന്നില്ല. ന്യൂസ് 18 ചെറുവത്തൂർ. ഇടുക്കി തോപ്രാംകുടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കുരുമുളക് ചെടികൾ സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ചതായി കണ്ടെത്തി. തോപ്രാംകുടി ആനത്താനത്ത് സിബി ജോസഫിന്റെ തോട്ടത്തിലാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. 8 വർഷത്തോളം പഴക്കമുള്ള കുരുമുളക് ചെടികളാണ് വെട്ടി നശിപ്പിച്ചത്. വിളവെടുക്കാറായ 40ഓളം ചെടികൾ നശിച്ചു. നല്ല ആദായം ലഭിച്ചിരുന്ന മാതൃകാ കുരുമുളക് തോട്ടമായിരുന്നു സിബിയുടേത്. ചിട്ടയായ പരിപാലനത്തിലൂടെ നല്ല വിളവ് ലഭിച്ചിരുന്ന പന്നിയൂർ, കരിമുണ്ട ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് ചെടികളാണ് തോട്ടത്തിലുള്ളത്. ചെടികളുടെ ഇലകൾ വാടിയത് ശ്രദ്ധയിൽപ്പെട്ട് പരിശോധന നടത്തിയപ്പോഴാണ് കുരുമുളക് ചെടികളുടെ തണ്ടുകൾ വെട്ടി നശിപ്പിച്ചതായി കണ്ടെത്തിയത്. ഈ പറമ്പിലെ മുളക് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു 2:30 പൊടി ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മുളക് പറിക്കുന്നവർ പറഞ്ഞു ഇതിൻ്റെ ചുവട് മുറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഏതാണ്ട് 40ഓളം കൊടികൾ ചുവടിൻ്റെ ഒരടി വെച്ച് മുകളിൽ വെച്ച് മുറിച്ചു വിട്ടിരിക്കുകയാണ്. കുരുമുളക് ദീർഘകാല വിളയായതിനാൽ വലിയ നഷ്ടം വരുമെന്ന് കർഷകൻ പറയുന്നു. ഒരു കർഷകൻ അവൻ എത്ര കാലത്തെ അവൻ്റെ അധ്വാനവും പരിചരണവുമാണ് ഈ നിലയിലേക്കൊരു കുരുമുളക് ചെടിയെ സംരക്ഷിക്കുക എന്നുള്ളത് കൃഷിക്കാർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. ഇതൊരു ഹീനമായ പൈശാചികമായ ഒരു കൃത്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കർഷകന് ഏതെങ്കിലും തരത്തിൽ എന്ത് വൈരാഗ്യത്തിൻ്റെ പേരിലാണെന്ന് നമുക്കറിയില്ല, സാമൂഹ്യ വിരുദ്ധരാണെന്ന് നമ്മൾ സംശയിക്കുന്നു. പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ കൃഷി മേഖലയിൽ തുടരുന്ന ആളുകളെ അല്ലെങ്കിൽ അവരുടെ ഉപജീവനത്തിന് വേണ്ടി കൃഷി ചെയ്തു വരുന്ന ആളുകളുടെ കൃഷിത്തോട്ടം വിളവുകൾ, കാർഷിക വിളകൾ ഇതേ രീതിയിലേക്ക് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രീതിയിലും ഒരു കർഷക മനസ്സിൽ ഉള്ള ഒരാൾക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാവുന്ന ഒരു കൃത്യമല്ല ഇതെന്നുള്ളത് വസ്തുതയാണ്. പോലീസ് എത്തി പരിശോധിച്ചു. കൃഷി നശിപ്പിച്ചതിൽ അർഹമായ നഷ്ടപരിഹാരം നൽകാൻ കൃഷിവകുപ്പ് തയ്യാറാകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി കാസർഗോഡ് പൈവളിക പോലീസ് സ്റ്റേഷൻ. ബായിക്കാട്ട പള്ളത്ത് സ്ഥലം കണ്ടെത്തിയെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല.
പൈവളികയിൽ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി. ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി ബായിക്കട്ട പള്ളത്ത് 30 സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷനായി കൈമാറിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ റവന്യൂ ഭൂമി കഴിഞ്ഞ ദിവസമാണ് പോലീസ് വകുപ്പിന് കൈമാറിയത്. മഞ്ചേശ്വരത്തിനും കുമ്പളയ്ക്കുമിടയിൽ പുതിയൊരു പോലീസ് സ്റ്റേഷൻ വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട അതിർത്തി പ്രദേശത്തെ ഊടുവഴികളിലൂടെ കർണാടകയിലേക്ക് പ്രവേശിക്കുന്നത് കൂടുതലും പൈവെളികയിലെ സമീപ പ്രദേശങ്ങളിലൂടെയാണ്. മണൽക്കടത്ത്, മദ്യം, കഞ്ചാവ്, പുകയില ഉൽപ്പന്നങ്ങളടക്കം കർണാടകയിൽ നിന്നും കടത്തിക്കൊണ്ടുവരുമ്പോൾ പിടിക്കപ്പെടുന്നത് കൂടുതലും ഈ ഭാഗങ്ങളിലാണ്. പോലീസ് സ്റ്റേഷന് എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് പൈവെളികയെന്ന് നാട്ടുകാരും പറയുന്നു. ഒരുപാട് കാലമായി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വീണ്ടും ഒരു പോലീസ് സ്റ്റേഷൻ വരുമെന്ന ആ ഒരു പ്രഖ്യാപനം വന്ന് വർഷങ്ങളോളമായി ഇതുവരെക്കും അതിൻ്റെ ഒരു പണിയും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ഇവിടെ അതിന് വേണ്ട DIGയും അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരൊക്കെ വന്ന് എല്ലാം ശരിയായി എന്ന് പറയുന്നതല്ലാതെ ഈ കടലാസിൽ ഒതുങ്ങിക്കിടക്കുന്നതല്ലാതെ വേറെ ഒന്നും ഇവിടെ നടക്കുന്നതായി കാണുന്നില്ല. വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 9 വില്ലേജുകളും കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 6 വില്ലേജുകളും പൈവെളികെ സ്റ്റേഷൻ പരിധിയിലേക്ക് മാറും. ഉപ്പള, കോടിബയൽ, ബേക്കൂർ, പൈവെളികെ, മീഞ്ച അടക്കമുള്ള വില്ലേജുകളാണ് പുതിയ സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് കണ്ടെത്തിയ സ്ഥലത്തോട് ചേർന്ന് 50 സെന്റ് സ്ഥലം എക്സൈസ് ഓഫീസിനുമായി കണ്ടെത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ പൂർത്തിയാക്കി സ്റ്റേഷൻ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 കാസർഗോഡ്. ന്യൂസ് 18 വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. കുടിവെള്ളം ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാര സമരത്തിനൊരുങ്ങി കോഴിക്കോട്ട് മുക്കത്തെ വ്യാപാരികൾ. 8 മാസത്തിലധികമായി മുക്കമങ്ങാടിയിൽ കുടിവെള്ളം ലഭ്യമാകാതായതോടെയാണ് മുക്കം വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തുന്നത്. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പുതിയതായി നവീകരിച്ച റോഡ് പൊളിക്കണം. ഇതിനായി വാട്ടർ അതോറിറ്റി PWDക്ക് പണം കെട്ടിവെക്കണം. ഇതിനായി തുകയില്ല എന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചതായി വ്യാപാരികൾ പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് 10 മുതൽ വൈകിട്ട് 5 വരെ നിരാഹാര സമരം. നിർധന കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് മലപ്പുറം വെട്ടിച്ചിറ നമ്മൾ ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മ. ഒറ്റ ദിവസം കൊണ്ട് വീടിന്റെ തറപ്പണി പൂർത്തീകരിച്ച് നൽകിയാണ് കൂട്ടായ്മയുടെ വ്യത്യസ്ത പ്രവർത്തനം. കൂലിപ്പണി ചെയ്ത് അന്നത്തെ വരുമാനം കണ്ടെത്തുന്നവരാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മയിൽ ഭൂരിഭാഗം വരുന്ന അംഗങ്ങളും. 3 വർഷം മുൻപ് രൂപീകരിച്ച കൂട്ടായ്മ ഇതുവരെ 25 വീടുകൾ പൂർത്തീകരിച്ച് നൽകി. വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന 22ഓളം പേരാണ് ജോലികൾക്കായി എത്തുന്നത്. ആവശ്യമായ വസ്തുക്കൾ സുമനസ്സുകളിൽ നിന്നും ശേഖരിക്കും. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഞങ്ങളൊരു തറപ്പണി തീർത്തു കൊടുക്കുന്നത്. ഒറ്റ മോശപ്പെട്ടവരെ മാത്രം തിരഞ്ഞെടുത്തിട്ട്. കാരണം കോട്ടേഴ്സുകളിൽ വീടില്ലാത്തവർ ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങളെ സമീപിക്കും. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പറയും, ആ ദിവസം ഞങ്ങൾ വന്ന് ചെയ്തു കൊടുക്കുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഞങ്ങൾ ആ തറ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത്. നിർധനരായ കുടുംബങ്ങളെ തേടിപ്പിടിച്ച് ഇവർക്കായി കൂട്ടായ്മ ഒരു ദിവസം മാറ്റിവെക്കും. കൂടാതെ കിടപ്പിലായ രോഗികൾക്കും മരുന്നും ഭക്ഷണവും കിറ്റും എത്തിച്ചു നൽകുന്നുണ്ട്. അന്നാന്ന് കൂലിപ്പണിക്കാൻ പോണ ആളുകൾ ഒരു ദിവസത്തെ ജോലി ഒഴിവാക്കിയിട്ടാണ് അവരിതിന് വരുന്നത്. അവർക്ക് സ്വന്തമായിട്ട് വീടില്ല. ആ വീടില്ലാത്ത ആളുകളാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വരുന്നത്. ഇത് കൂടുതലും ലൈഫ് പദ്ധതിയിലും അങ്ങനെ ഗവൺമെൻറ് പദ്ധതികൾ വരുന്ന നിർധരായ കുടുംബങ്ങൾക്ക് അവർക്ക് ഈ തറപ്പണി കഴിഞ്ഞാലേ ഗവൺമെൻറ്റിൽ നിന്ന് പൈസ ഫസ്റ്റ് കിട്ടുള്ളൂ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഈ സഹായം ചെയ്തു കൊടുത്താൽ അത് അവർക്ക് വലിയൊരു ഉപകാരമാണ്. വളാഞ്ചേരി വെട്ടിച്ചിറയിൽ കൂട്ടായ്മയുടെ മുഴുവൻ സമയ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 47 അംഗങ്ങളുമുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പേർ കൂട്ടായ്മയിൽ പങ്കാളികളാണ്. ന്യൂസ് 18 തിരൂർ. കൽപ്പറ്റയിൽ നിന്ന് ന്യൂസ് 18 ടീമിനോടൊപ്പം ടി സിദ്ദിഖ് MLA. കാടിറങ്ങുന്ന വന്യത.
ഇടുക്കി ദേവികുളം താലൂക്കിലെ തോട്ടം മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമാണ്. കാട്ടാനകൾക്ക് പുറമെ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങുന്നതും ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. വന്യജീവി ആക്രമണം തടയാൻ ഫലവത്തായ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിന് പരിഹാരം നീളുകയാണ്. മൂന്നാർ ദേവികുളം മേഖലകളിൽ വന്യമൃഗശല്യം കൂടുകയാണ്. കാട്ടാനകൾക്ക് പുറമെ കാട്ടുപോത്തും ജനവാസ മേഖലയിൽ എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവികുളത്ത് ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടുപോത്ത് നാട്ടുകാരെ ഭീതിയിലാക്കി. ആളുകളും വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിലൂടെയായിരുന്നു കാട്ടുപോത്തിന്റെ യാത്ര. ജനവാസ മേഖലയിൽ തമ്പടിച്ചുള്ള കാട്ടുകൊമ്പൻ പടയപ്പ കാട്ടിലേക്ക് ഇനിയും പിൻവാങ്ങിയിട്ടില്ല. നടയാർ മേഖലയിൽ ഇറങ്ങിയ ഒറ്റക്കൊമ്പനും തൊഴിലാളി കുടുംബങ്ങളെ ഭയപ്പെടുത്തുകയാണ്. മൂന്നാട് ലാക്കാട് എസ്റ്റേറ്റിൽ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം പതിവായി. വേറെയും കാട്ടാനകൾ എസ്റ്റേറ്റ് മേഖലകളിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. വനം വകുപ്പിന്റെ ഫലവത്തായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ദേവികുളം. ഇടുക്കി പെരിയാവാര തോട്ടം മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. പശു ചത്തു. പെരിയാവാര സ്വദേശിയായ സെൽവരാജ് വളർമതി ദമ്പതികളുടെ 3 വയസ്സ് പ്രായമുള്ള പശുവാണ് ചത്തത്. 3 വർഷത്തിനിടെ 200-ലധികം കന്നുകാലികളാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്തത്. കോഴിക്കോട് ചെക്കിയാട് കാക്കകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. ചെക്കിയാട് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലാണ് കാക്കകൾ ചത്തൊടുങ്ങുന്നത്. പുത്തലത്ത് അലിഹാജിയുടെ വീട്ടുമുറ്റത്ത് കാക്ക പറക്കുമ്പോൾ കുഴഞ്ഞു വീണത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സമീപ പറമ്പുകളിലും മറ്റുമായി 15ഓളം കാക്കകൾ ചത്തുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെക്കിയാട് മൃഗാശുപത്രിയിൽ നിന്നും ഡോക്ടർ എത്തി ശരീരഭാഗങ്ങൾ പരിശോധനയ്ക്കെടുത്തു. അവശനിലയിലായ കാക്കകൾക്ക് മരുന്ന് നൽകി. കൊല്ലം കടക്കരയിൽ സംരക്ഷണ ഇനത്തിൽപ്പെട്ട വെള്ളിമൂങ്ങകളെ കൂട്ടിലിട്ട് വളർത്തിയതിന് ഒരാൾ പിടിയിൽ. മുക്കുന്ന സ്വദേശി നവാസാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. വയനാട്ടിൽ കഴുകന്മാരുടെ എണ്ണത്തിൽ വർധനയെന്ന സംയുക്ത സർവേ. വയനാട് വന്യജീവി സങ്കേതം സൗത്ത് നോർത്ത് വനമേഖലകളിൽ നടത്തിയ സർവേയിൽ 121 കഴുകന്മാരെയാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം അവസാനമാണ് വന്യജീവി സങ്കേതത്തിന്റെ നേതൃത്വത്തിൽ കർണാടകം, തമിഴ്നാട് വനം വകുപ്പുകളുടെ സഹകരണത്തോടെ സർവേ നടത്തിയത്. ജില്ലയിലെ വനമേഖലയിൽ ഡിസംബർ മാസം അവസാനം നടത്തിയ സംയുക്ത സർവേയിലാണ് കഴുകന്മാരുടെ എണ്ണം വർദ്ധിച്ചതായി കണ്ടെത്തിയത്. വയനാട് വന്യജീവി സങ്കേതം സൗത്ത് നോർത്ത് വനമേഖലകളിൽ നടത്തിയ സർവേയിൽ ചുട്ടിക്കഴുകൻ, കാതിലക്കഴുകൻ, ഇന്ത്യൻ ഇനങ്ങളിൽപ്പെട്ട 121 കഴുകന്മാരെ കണ്ടെത്തി. ജില്ലയിലെ 3 ഡിവിഷനുകളെ 18 ക്യാമ്പുകളായി തിരിച്ചായിരുന്നു നിരീക്ഷണം. ഓരോ ക്യാമ്പിലും 4 നിരീക്ഷണ സെഷനുകളായാണ് സർവേ നടത്തിയത്. വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ കേരളം, കർണാടകം, തമിഴ്നാട് വനംവകുപ്പുകളുടെ സംയുക്ത സഹകരണത്തോടെയാണ് രണ്ടാമത് സർവേ നടത്തിയത്. എല്ലാ ക്യാമ്പുകൾക്ക് കീഴിലും കഴുകനെ കണ്ടെത്തിയെന്നതും ഇത്തവണത്തെ സർവേയുടെ പ്രത്യേകതയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽപ്പെട്ട ദൊഡ്ഡക്കുളശ്ശിയിലാണ് ഏറ്റവും കൂടുതൽ കഴുകന്മാരെ കണ്ടെത്തിയത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാലിക്കറ്റ് സർവകലാശാല, കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, സർ സയ്യിദ് കോളേജ് തളിപ്പറമ്പ്, മലബാർ ക്രിസ്ത്യൻ കോളേജ്, ആരണ്യകം നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, കേരള വനം വന്യജീവി വകുപ്പിലെ മുൻനിര ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരും കഴുകൻ നിരീക്ഷണത്തിൽ പങ്കെടുത്തു. വിവിധ ഗവേഷണ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് 65 പേരാണ് സർവേയിൽ പങ്കാളികളായത്. ന്യൂസ് 18 വയനാട്. ഇടുക്കിയിൽ എസ്റ്റേറ്റിന് പുതുവത്സരം ആഘോഷിക്കാനെത്തിയ അതിഥികളുടെ ആഘോഷം കൊഴുപ്പിക്കാൻ വന്യമൃഗത്തിന്റെ ഇറച്ചിക്കറി സഹിതം കുറ്റക്കാരായ സ്വകാര്യ എസ്റ്റേറ്റ് ജീവനക്കാരും അതിഥികളും പിടിയിലായി. ഇവരിൽ നിന്നും വേട്ടയ്ക്കുപയോഗിച്ച തോക്കും കണ്ടെടുത്തു. ശാന്തൻപാറയിലെ GA പ്ലാന്റേഷനിൽ നിന്ന് മുള്ളൻ പന്നിയെ വേട്ടയാടി കറിവയ്ക്കുകയും ഭക്ഷിക്കുകയും ചെയ്തതിനു ശേഷം എസ്റ്റേറ്റിൽ അതിഥികളായി എത്തിയവർ മടങ്ങുമ്പോൾ കറി വാഹനത്തിൽ കൊണ്ടുപോവുകയുമായിരുന്നു. തലക്കോട് ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് വാഹനത്തിൽ നിന്ന് കറി കണ്ടെത്തിയത്. എസ്റ്റേറ്റിൽ നടത്തിയ പരിശോധനയിൽ മുള്ളൻ പന്നിയുടെ ഇറച്ചിയും നായാട്ടിനായി ഉപയോഗിച്ച തോക്കും വനംവകുപ്പ് കണ്ടെത്തി. പാചകം ചെയ്ത മുള്ളൻ പന്നിയുടെ ഇറച്ചിയും അവശിഷ്ടങ്ങളും കണ്ടെടുത്തിട്ടുള്ളതാണ്. ഈ താമസിക്കുന്ന ഗസ്റ്റായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ സഞ്ചരിക്കവേ തലക്കോട് ഭാഗത്ത് വെച്ച് വാഹനത്തിൽ നിന്നും കറിവെച്ച ഇറച്ചി പിടികൂടിയിട്ടുള്ളതാണ്. പീരുമേട് സ്വദേശിയായ എസ്റ്റേറ്റ് ജീവനക്കാരി ബീന, ശാന്തമ്പാറ പുത്തൻവീട്ടിൽ വർഗീസ്, വണ്ടിപ്പെരിയാർ പുതുവേൽ മനോജ്, തിരുവല്ല സ്വദേശി പഞ്ചായത്ത് മഠത്തിൽ രമേശ് കുമാർ, തിരുവനന്തപുരം സ്വദേശികളായ അസം റസൂൽ ഖാൻ, അസ്മുദ്ദീൻ H, ഇർഷാദ് KM എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് വ്യാപകമായി മൃഗവേട്ട നടത്തിയിട്ടുണ്ടോ എന്നും മറ്റു നായാട്ടു സംഘങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചും വനം വകുപ്പ് വിശദമായി പരിശോധിച്ചു വരികയാണ്.
ന്യൂസ് 18 ഇടുക്കി. മഞ്ഞുകാലത്തെ ഇടുക്കിയുടെ സൗന്ദര്യം കാണാൻ ഈ വർഷവും റെക്കോർഡ് സന്ദർശകരാണ് എത്തിയത്. ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്ത് 2 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ജില്ലയിലെത്തിയത്. വാഗമണാണ് ഇടുക്കിയിലെ ടൂറിസം സ്പോട്ടുകളിലെ സൂപ്പർ സ്റ്റാർ. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇടുക്കി DTPCയുടെ നിയന്ത്രണത്തിലുള്ള 9 സെന്ററുകളിൽ മാത്രം ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ 2,17,800-ലധികം സഞ്ചാരികളെത്തി. ഓരോ ദിവസവും ശരാശരി 20,000-ലധികം സഞ്ചാരികൾ. മുൻവർഷത്തേക്കാൾ 1,50,000-ഓളം സഞ്ചാരികളുടെ വർധനവ് ഇത്തവണയുണ്ട്. ഗ്ലാസ് പാലം കൂടി എത്തിയതോടെ വാഗമണിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 61,000-ലധികം സഞ്ചാരികൾ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചു. ഇടുക്കി ജില്ലയിലേക്കുള്ള ജനങ്ങളുടെ ടൂറിസ്റ്റുകളുടെ പ്രത്യേക താല്പര്യത്തെയും ഈ ആളുകൾ ടൂറിന് വരുമ്പോഴത്തേക്ക് ഇടുക്കി സെലക്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇടുക്കി DTPC എല്ലാ കേന്ദ്രങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. അതുപോലെ ഇനി വരും ഇനിയിപ്പം വലിയ തിരക്കുണ്ടാവുക മിക്കവാറും ഏപ്രിൽ മെയ് ദിവസങ്ങളിലായിരിക്കും. ആ ദിവസങ്ങളിലേക്കും കൂടുതൽ സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വാഗമൺ, മൊട്ടക്കുന്ന്, മൂന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ, രാമക്കൽമേട്, ഇടുക്കി ഹിൽവ്യൂ പാർക്ക്, ശ്രീനാരായണപുരം, പാഞ്ചാലിമേട് തുടങ്ങിയ സെന്ററുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുതുവത്സരത്തോടനുബന്ധിച്ച് സഞ്ചാരികളിലൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. ഇത് ശുഭമായ സൂചകമാണ്. മൂന്നാർ, തേക്കടി, വാഗമൺ, രാമക്കൽമേട്, ഇടുക്കിയോർക്കുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് വരും വർഷങ്ങളിലേക്ക് ഇടുക്കി ജില്ലയിലെ ടൂറിസം കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുന്നു. കൂടുതൽ ടൂറിസ്റ്റുകൾ ഇടുക്കിയെ തേടിയെത്തുന്നുള്ള ഒരു സൂചകമായി തന്നെ ഞങ്ങൾ ടൂറിസം രംഗത്തുള്ള പ്രതീക്ഷിക്കുന്നു. DTPC നിയന്ത്രണത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ ജില്ലയിലെത്തി മടങ്ങിയ സഞ്ചാരികളും നിരവധിയാണ്. ജനുവരി പകുതി വരെ തിരക്ക് തുടരുമെന്നാണ് പ്രതീക്ഷ. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. ഈ പരിപാടി